ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. നിങ്ങളൊരു ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിന് എനിക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കുറേ സൊല്യൂഷൻസുമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഈ ഒരു കറൻറ്റ് സെനാരിയോയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് തന്നെ അല്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഫസ്റ്റ്, സാധാരണ പോലെ തന്നെ ഹൈ കോമ്പറ്റീഷൻ, നന്നായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. ഓരോ ദിവസവും പുതിയ ജ്വല്ലറികൾ ഓപ്പണായി വരുന്നു. പലരും പല സ്കീമുകളും പല ഓഫറുകളൊക്കെ കൊടുത്തു വരുന്നു. കൂടാതെ ഈ ജ്വല്ലറി രംഗത്ത് തന്നെ ഒട്ടനവധി പേരുകേട്ട ബ്രാൻഡുകൾ. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ നിങ്ങൾ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു അപ്പർ മീഡിയം ലെവലിലൊക്കെ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോമ്പറ്റീഷൻ നേരിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സ് നല്ല രൂപത്തിൽ വരുന്ന രൂപത്തിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ പറഞ്ഞത് ഹൈലി കോമ്പറ്റീഷൻ. രണ്ടാമത് സീസണൽ സെയിൽസ് ഫ്ലക്ച്വേഷൻസ്. ഓരോ സീസൺസിൻ്റെ ബേസ് ചെയ്തിട്ടും സെയില് കച്ചവടം കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കും. അതായത് സീസൺ ഉണ്ടാകുന്ന സമയത്ത് നല്ല സെയിൽ ഉണ്ടാവും, അല്ലാത്ത സമയത്ത് സെയിൽ വളരെ കുറവായിരിക്കും. പക്ഷെ അതൊരു സ്റ്റേബിളായിട്ട് നിന്ന് കഴിഞ്ഞാലേ നമുക്കൊരു ബിസിനസ്സും സ്റ്റേബിളായിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എക്കണോമിക് ഫാക്ടേഴ്സ്, ഓരോ രാജ്യത്തെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് ഓരോ സാമ്പത്തികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം, അല്ലെങ്കിൽ ടാക്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പുതിയ ബജറ്റിനൊക്കെ പറ്റിയിട്ട്, ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ അതൊരു കാരണമായിട്ട് നമുക്ക് പറയാം. പിന്നെന്താണ്, കസ്റ്റമർക്ക് ട്രസ്റ്റ് ഇല്ലാത്തതും അതുപോലെ നമുക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. കസ്റ്റമറുടെ ഇടയിൽ ട്രസ്റ്റ് ഉണ്ടാക്കുക, അവർ നല്ല ഓൺലൈൻ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, സ്ഥിരമായിട്ട് കണ്ടൻറ്റുകൾ കൊടുക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രൂപത്തിൽ കണ്ടൻറ്റുകൾ കൊടുക്കുക, അവരുമായിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് കൊണ്ടുവരിക. എന്താണ് നിങ്ങളും മറ്റുള്ള നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിന് നിങ്ങൾ ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിരുന്നാലേ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചുറ്റളവിൽ കുറച്ച് പോസ്റ്റർ അടിച്ച് അതും വിതരണം ചെയ്ത് അങ്ങനെ സെയിലും വരും എന്ന് കരുതിയിരുന്നൊന്നും കാര്യമില്ല. കാരണം നിങ്ങളുടെ യൂസേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇന്ന് നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അവരിലേക്ക് എത്തിപ്പെടുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സംഭവങ്ങൾ, പിന്നെ പൊതുവായിട്ട് ജ്വല്ലറി അല്ലെങ്കിൽ ബിസിനസ്സിൽ കാണുന്ന കുറേ സംഭവങ്ങളാണ്. നമ്മളിപ്പോൾ കറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഒരു ലീഡ് വരുമ്പോൾ അതിന് കറക്റ്റ് സമയത്ത് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു 24 hours അവൈലബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ഇല്ല. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ. കൂടാതെ നമ്മൾ ഫോളോ അപ്പിൽ ഡിലേ വരുത്തുന്നത്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോഴും അല്ലാതെയും എല്ലാം നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൽ വരുന്ന ക്വറീസിന് അതിൽ വരുന്ന എൻക്വയറിക്കൊക്കെ കറക്റ്റ് റിപ്ലൈ കൊടുക്കുക. നല്ലൊരു കസ്റ്റമർ കെയറും സപ്പോർട്ടും ടീം മാനേജ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഒരു കസ്റ്റമേഴ്സുമായിട്ട് ഒരു സർവേ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നുള്ളൂ. അവർ നിങ്ങളിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ്, അതുപോലെ സ്വർണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗോൾഡിനെ കുറിച്ച്, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കൊടുക്കുക, എഡ്യൂക്കേഷണലായിട്ടുള്ള കണ്ടൻറ്റുകൾ കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ തേടി വരും. ഇവിടെ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജ്വല്ലറിയുടെ ഒരു ആഡ് റൺ ചെയ്യുകയാണ് ഫേസ്ബുക്കിൽ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ബിസിനസ് APIയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഓട്ടോമാറ്റഡ് സിസ്റ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ
ആഡ് റൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും 24 ഹവറാണ് റൺ ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാട്സപ്പ് ബിസിനസ് API ഉപയോഗിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഓരോ കൂപ്പൺ കോഡൊക്കെ കൊടുക്കുന്ന രൂപത്തിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആ രൂപത്തിൽ ആഡ് റൺ ചെയ്യാം. ഈ കൂപ്പൺ കോഡ് ആയി വരുന്നവർക്ക് എന്താണ്, നമ്മൾ 20% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് മാക്സിമം ട്രാഫിക് വരുത്തുന്ന രൂപത്തിൽ ആഡ് ചെയ്യാം. അതിന് ഓട്ടോ റിപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അത് എപ്പോഴും കൊടുക്കില്ല, അതിനൊരു നിശ്ചിത സമയം കൊടുത്തിട്ട് അത് പെട്ടെന്ന് എക്സ്പയർ ആകുന്ന രൂപത്തിൽ ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ കസ്റ്റമറുടെ സൈഡിൽ എന്ത് ചെയ്യാം, കസ്റ്റമർക്കൊരു അർജൻസി ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പ് മെസ്സേജുകൾ തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ഈ ഒരു ആഡോ മറ്റോ കാര്യങ്ങൾ കാണാത്ത കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ ഷോപ്പിൽ വരുമ്പോഴും ഇതേ രൂപത്തിലുള്ള ക്യാമ്പയിൻ്റെ ഭാഗമാക്കാൻ നോക്കുക. അവരോട് പറയാം, ഈ ഒരു സംഭവം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര % ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ. അപ്പോൾ അവർ സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കണ്ടൻറ്റുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ അവരുടെ വാട്സപ്പ് നമ്പർ നമുക്ക് ലഭിക്കുകയും അതിലൂടെ നമുക്ക് ഫർദർ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആവുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ പുറത്തുനിന്ന് കുറേ ഡാറ്റാബേസ് എടുത്ത് അതിലേക്ക് കുറേ മെസ്സേജ് അയച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇതിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളൊക്കെ ഓരോ പുതിയ ഡിസൈൻസ് ഓരോ സമയത്തൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. ഒരു മന്ത്ലി ഒരു 3-4 ഡിസൈൻസൊക്കെ വരാത്ത ഷോപ്പുകൾ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ കസ്റ്റമർക്ക് ഇൻറ്റിമേഷൻ പോകുന്ന രൂപത്തിൽ അവരെ നമ്മളുമായിട്ട് അടുത്ത് കൊണ്ടുവരുന്ന രൂപത്തിൽ കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് വെച്ചാൽ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അപ്ഡേറ്റാണ് ഇവർ ഷോപ്പ് എന്നൊരു വാർത്ത വരികയും അതുപോലെ അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ബിൽഡ് ആവുകയും എല്ലാം ചെയ്യും. അപ്പോൾ നമുക്ക് സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റും. കൂടെയാണ് നമ്മൾ ഓഫറുകളും മറ്റുള്ള പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജ്വല്ലറി, എന്ത് ജ്വല്ലറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബേസിക് ഒരു വെബ്സൈറ്റും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. എനിവേ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.